ഹലോ. അപ്പം ഇത്ര നേരത്തെ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ ചങ്ങായിയല്ലേ ഇനി ഒന്ന് നടന്നു പോകാമെന്ന് പറഞ്ഞിട്ട് എന്താ ട്രെയിനൊക്കെ എടുത്ത് പോണ്, നടന്നു പോകും ചങ്ങായി എന്നൊക്കെ പറയുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ച് ലണ്ടൻ്റെ തന്നെ ഐക്കോണിക്കായിട്ടുള്ള ബിഗ് ബെന്നിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ. എൻ്റെ പുറകെ കാണുന്ന ഈ സാധനമാണ് ബിഗ് ബെൻ. ഇതെന്ന് പറഞ്ഞാൽ ലണ്ടൻ്റെ വൺ ഓഫ് ദി ഫേമസ് ഐക്കോണിക് ട്രാവൽ എന്താണ് പറയുമ്പോൾ അതിന് ഡെസ്റ്റിനേഷനാണ്. ഒന്ന് ഈ കാണുന്ന ലണ്ടൻ ബിഗ് ബെന്നും ഒന്ന് ഇതിൻ്റെ പിറകിലുണ്ട് ഈ കാണുന്ന ലണ്ടനായും. അപ്പോൾ ഇവിടുന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മളെ ട്രിപ്പ്. അപ്പോൾ തുടങ്ങിയാലോ? ഞാനൊന്ന് മാപ്പ് ഇട്ട് നോക്കട്ടെ ആദ്യം. ഏകദേശം 23 മൈലുണ്ട് നടക്കാൻ. 23 മൈൽ എന്ന് പറയുമ്പം 30 എത്രയാ കറക്റ്റ് നോക്കട്ടെ കേട്ടോ, നോക്കിയായിരുന്നു, എല്ലാം മറന്നുപോയി. എന്ന് പറഞ്ഞാൽ 36 കിലോമീറ്ററിൻ്റെ മുകളിലുണ്ട്, 36.5 കിലോമീറ്റർ ഉണ്ട്. അപ്പം 2 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ബിഫോർ ലഞ്ച് 18ഉം ആഫ്റ്റർ ലഞ്ച് 18ഉം കവർ ചെയ്താലേ നമ്മൾ ഇന്ന് അവിടെ എത്തത്തുള്ളൂ. അപ്പം സ്റ്റാർട്ട് ചെയ്യാം. എന്തൊക്കെയാണ് പറയേണ്ടതെന്നൊന്നും എനിക്കറിയില്ല, ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട്. തുടങ്ങിയിട്ടുണ്ട്, എന്തായാലും നോക്കാം. ഞാൻ അവിടുത്തെ തിരക്കൊക്കെ ഒന്ന് കഴിയിട്ട് മാറിയിട്ട് ഷൂട്ട് ചെയ്യാൻ വിചാരിച്ച്. ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയതുകൊണ്ട് ഭയങ്കര ആൾക്കാരും, പിന്നെ റോഡൊക്കെ ക്രോസ് ചെയ്യണം, ഒരു ഫോണിൽ മാപ്പ് നോക്കണം. അപ്പോൾ അവിടുത്തെ ഒരു ഇതൊക്കെ മാറി ഒരു 2 മിനിറ്റ് നടന്നിട്ടുള്ളൂ. റോഡൊക്കെ ക്രോസ് ചെയ്ത് ഇങ്ങനെ ഇറങ്ങിയതാണ്. രാവിലെ ഇപ്പോൾ സമയം എത്ര? രാവിലെ 8:57 ഞാനൊരു 8 മണിക്കൊക്കെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷേ അലാം അടിച്ചതൊന്നും അറിഞ്ഞില്ല. പിന്നെ കുറച്ച് നേരം വൈകി. നടക്കാൻ ഏറ്റവും ബെസ്റ്റ് സമയമാണ് ശരിക്കും ഒരു 7 മണി ആ ഒരു സമയമൊക്കെ, പക്ഷേ ഇറങ്ങാൻ പറ്റിയില്ല. പിന്നെ എങ്ങനെ പോയി നോക്കട്ടെ. ഒരു 1 hour അങ്ങനെ വാക്ക് ചെയ്തിട്ട് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് എൻ്റെ ബാക്ക് പാക്കിൽ കാണുന്നുണ്ടോ, ഇവിടെ ഒരു ലൂക്കോസാടെ ഒരു എനർജി ഡ്രിങ്കും ഇവിടെ ഒരു വെള്ളവും ഞാൻ ക്യാരി ചെയ്തിട്ടുണ്ട്. ലൂക്കോസാടെ നാട്ടിൽ ഉണ്ടോ എനിക്കറിയില്ല. പിന്നെ നല്ലൊരു എനർജി ഡ്രിങ്കാണ്. പിന്നെ കെമിക്കൽ മോൺസ്റ്റർ റെഡ് ബുൾ അങ്ങനത്തെ പോലത്തെ ഒരു സാധനമല്ല, പിന്നെ നല്ല സാധനമാണ്. അതായത് ഇപ്പം ഇവിടുത്തെ പ്രീമിയർ ലീഗ് പ്ലെയേഴ്സൊക്കെ വാട്ടർ ബ്രേക്കിലൊക്കെ കുടിക്കുന്നത് കാണാറുണ്ട്. പിന്നെ ഞാനും പേഴ്സണലി യൂസ് ചെയ്ത് നോക്കിയപ്പോൾ നല്ലൊരു ബൂസ്റ്റ് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ അത് രണ്ടും എടുത്തിട്ടാണ് ഞാൻ ഇറങ്ങിയത്. നല്ലൊരു വഴി കേട്ടോ. ഓക്കെ, ഇങ്ങനെ കുറച്ച് നടക്കാനുണ്ട്. ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ്, ഞാൻ വിചാരിച്ചില്ല. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഈ ബാക്ക് പാക്ക് ഇട്ട് നടക്കലാണ് ഒരു ടാസ്ക്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ മാപ്പും നോക്കണം. ഇത് രണ്ടുമാണ് ഇപ്പോൾ ഉള്ളൊരു ടാസ്ക്. വിഷയമൊന്നുമില്ല, സീനൊന്നുമില്ല, ഇതൊക്കെ നമ്മൾ തീർക്കും. ഇതൊക്കെ രാവിലെ ആയതുകൊണ്ട് ചെറിയൊരു തണുപ്പുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചെറിയ ഉഡിയൊക്കെ എടുത്ത് ഇട്ടത്. ഉച്ചയ്ക്ക് ഭയങ്കര ചൂടേ കാരണം, അപ്പോൾ അത് ഉരുടേണ്ടി വരും. ഇങ്ങനെ പോയോക്കട്ടെ. വൈകരികിൽ വെച്ചിട്ട് ബാക്കി എന്തെങ്കിലും പറയാനുണ്ടെന്നുണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ കാഴ്ചകളുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, എൻ്റെ പിറകെ കാണുന്നതാണ് കേട്ടോ ബക്കിംഗ്ഹാം പാലസ്. ബക്കിംഗ്ഹാം പാലസിനെ കുറിച്ച് ആർക്കും പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ, എല്ലാവർക്കും അറിയില്ലേ. പിന്നെ ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്, പിന്നെ ഇത് നമുക്ക് പരിചയമില്ലാത്ത പരിപാടിയാണല്ലോ. പിന്നെ പ്രത്യേകിച്ച് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ എന്തെല്ലോ പറയുന്നുണ്ട്. ഇന്ന് പിന്നെയും കുഴപ്പമില്ല, കാരണം ഇന്നലെ അത്രയും ചെയ്ത് കുറച്ചൊരു ഇത് വന്ന് പരിചയം വന്ന് വീഡിയോൻ്റെ മുന്നിൽ നിൽക്കാനുള്ള. പിന്നെ അപ്പം ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത്. അതായത് നമ്മളെ ട്രാവൽ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് അറൗണ്ട് 250 കിലോമീറ്റർ ഉണ്ടാവും ഓൾമോസ്റ്റ്. ചിലപ്പോൾ കൂടാൻ കുറയാം, ഞാൻ പറയില്ലേ. ഓരോ ഡെയിലി എയർബിഎൻബീസ് ആണ്, അങ്ങനെയാണ് ഞാൻ പോകുന്നത്. അപ്പം ചിലപ്പം കൂടാൻ കുറയാം. അപ്പം അത് 7 ദിവസത്തിന് ഡിവൈഡ് ചെയ്ത് വരുമ്പം ഏകദേശം ഒരു ദിവസം 30 to 35 കിലോമീറ്ററിൻ്റെ ഇടയ്ക്ക് വരും.
ഈ ടോട്ടലി 250 കിലോമീറ്റർ എന്നുള്ളതിൻ്റെ ദൂരം മനസ്സിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ കേരളത്തിൻ്റെ അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം കാസർഗോഡ് നിന്ന് കേരളത്തിൻ്റെ മുകളിൽ നിന്ന് കാസർഗോഡ് നിന്ന് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം മലപ്പുറത്ത് എത്തുന്ന അത്ര ദൂരമുണ്ട്. അല്ലെങ്കിൽ തിരുവനന്തപുരത്തിൻ്റെ ഏറ്റവും അറ്റത്തുനിന്ന് താഴെ അറ്റത്തുനിന്ന് കേരളത്തിൻ്റെ മിഡിലോട്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം എറണാകുളം ആലുവ അവിടെ എത്തുന്ന അത്രയും ദൂരമുണ്ട്. അപ്പം ചെറിയൊരു ദൂരമല്ല. പിന്നെ ഇവിടുത്തെ ഒരു സുഖം എന്താണെന്ന് വെച്ചാൽ കയറ്റങ്ങളും ഇറക്കങ്ങളൊക്കെ ഭയങ്കര കുറവാന്ന് വെച്ചാൽ അത്രയും കുറവാണ്. ഫുൾ നേരെ റോഡ് മാത്രമാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു സുഖമുണ്ട്. പിന്നെ അത്രയും ദൂരമുണ്ട്. അപ്പം ഡെയിലി ഒരു 30-35 കിലോമീറ്ററാണ് ടാർഗറ്റ്. ഏകദേശം ഒരു 40-45 മിനിറ്റ് ഇപ്പോൾ ഞാൻ നടന്നിട്ടോ. സിറ്റിയൊക്കെ വിട്ട് മെയിൻ സിറ്റിയൊക്കെ വിട്ട് ഇപ്പോൾ അങ്ങനെ കുറച്ച് ലക്ഷറി അപ്പാർട്ട്മെൻറ്റ്സ്, അങ്ങനെ ഒരു ഒഴിഞ്ഞൊരു ഹോട്ടൽസ്, അങ്ങനത്തെ ഒരു ഒഴിഞ്ഞൊരു ഏരിയയാണ്. പിന്നെ ഇപ്പം എന്താ ഫീൽ ചെയ്യണമെന്ന് വെച്ചാൽ ക്ഷീണമൊന്നുമില്ല. പക്ഷെ ഒരു വിഷയം ഉള്ളത് എന്താ വെച്ചാൽ വെള്ളം നല്ലോണം കുടിക്കുന്നതുകൊണ്ട് യൂറിൻ പാസ്സാക്കേണ്ടി വരും. അതൊരു വിഷയമാണ്. ഏകദേശം ഇപ്പോൾ ഒരു 4 കിലോമീറ്ററോളം ഞാൻ നടന്നുണ്ട്. അപ്പം യൂറിൻ പാസ്സാക്കൽ അതൊരു വിഷയമാണ്. പിന്നെ വിശക്കുണ്ടോയെന്ന് ചോദിച്ചാൽ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാണ് പോകുന്നത്. വിശക്കുണ്ടോയെന്ന് ചോദിച്ചാൽ കാര്യമായിട്ടുള്ളൊരു വിശപ്പൊന്നുമില്ല. പക്ഷേ ഒരു സാൻഡ്വിച്ച് തിന്നണത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. കാരണം ചെറുതായിട്ടൊരു സമാധാനം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ എവിടെയെങ്കിലും കയറിയിട്ടൊരു സാൻഡ്വിച്ച് വാങ്ങണം. യൂറിൻ പാസ്സാക്കാൻ പറ്റുക യൂറിൻ പാസ്സാക്കണം. അതാണ് ഇനി അടുത്ത ടാർഗറ്റ്. നടന്ന് നോക്കട്ടെ, എന്തെങ്കിലും കാണുമായിരിക്കും. എന്തെങ്കിലും ചെറുത് ഇങ്ങനെ കഴിക്കാൻ വേണ്ടി ഇങ്ങനെ നടന്ന് ഇവിടെ എന്തോ ഒരു ചെറിയൊരു ഷോപ്പ് കാണുന്നുണ്ട്. പോർട്ട്ലാൻഡ്സ് അങ്ങനെ എന്തോ. കയറി നോക്കട്ടെ എന്തെങ്കിലും ഉണ്ടോയെന്ന്. എന്തൊക്കെയുണ്ട് ഇവിടെ. എനിക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു സാൻഡ്വിച്ചാണ്. ഇവിടെ എന്തൊക്കെയുണ്ടല്ലോ. ചിക്കൻ ടിക്ക, ട്യൂണ സ്വീറ്റ് കോൺ, ട്യൂണ സാലഡ്. ട്യൂണ എന്തുകൊണ്ടും നല്ലതാണ്. കാരണം ഹൈ സോഴ്സ് ഓഫ് എനർജി ആണ് ട്യൂണ. സോ ഞാനെടുക്കാൻ പോണത് ഒരു ട്യൂണ സാലഡ്. അതെടുക്കാം. ചെറിയൊരു ക്യൂ ഉണ്ട് ഇവിടെ. അങ്ങനെ മുള്ളി ഗായ്സ്. ഇന്ന് മുള്ളാൻ വേദിയൊരുക്കി തന്ന M&Sന് 1000 നന്ദികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ യാത്ര തുടരുകയായി. അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഇതെവിടെയെങ്കിലും ഇരുന്ന് ഒന്ന് റിലാക്സ് ആയിട്ട് ഇരുന്നിട്ട്, റെസ്റ്റും വേണമല്ലോ നമുക്ക്, ചുമ്മാ നടന്നാൽ പോരല്ലോ. അത്യാവശ്യം സമയം നടന്നില്ല. അപ്പം ഇരിക്കണം, ഫുഡ് കഴിക്കണം, വെള്ളം കുടിക്കണം, കുറച്ച് നേരം ഒരു 10 മിനിറ്റ് റെസ്റ്റൊക്കെ എടുത്തിട്ട് വേണം തുടരാൻ. അപ്പം നല്ലൊരു സ്പോട്ട്. ഞാൻ വീണ്ടും ഒരു സിറ്റി സൈഡിലോട്ട് എത്തിയിട്ടുണ്ട്. ഉള്ള ആൾക്കാരും എല്ലാവരും ഉണ്ട്. പിന്നെ ഇവിടുന്ന് ഒന്നും ഇങ്ങനെ ഈ ഒരു ടൗണൊന്നും ഇങ്ങനെ കഴിഞ്ഞിറങ്ങിയിട്ട് എവിടെയെങ്കിലും ഒരു നല്ല ഒരു പ്ലേസ് കണ്ടാൽ അവിടെ ഇരുന്നിട്ട് നമുക്ക് വോഡാഫോണിൻ്റെ ഒക്കെ സ്റ്റോറ്, പിന്നെ നല്ലൊരു സ്ഥലം കണ്ടാൽ അവിടെ ഇരുന്നിട്ട് ഇത് കഴിക്കണം. അതാണ് അടുത്ത പരിപാടി. അങ്ങനെ അവസാനം നടന്ന് ഞാൻ ചെറിയൊരു പാർക്ക് പോലത്തെ ഒരു ഇരിക്കാനൊക്കെ സെറ്റപ്പുള്ളൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പം ഇവിടുന്ന് ഞാൻ കഴിക്കട്ടെ അത്. കാരണം കുറച്ച് വിശപ്പ് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ബാഗൊന്ന് ഇറക്കി വെച്ചപ്പോൾ ഒരു സമാധാനം. പിന്നെ ഞാനിപ്പോൾ ഏകദേശം എത്ര നടന്നു എന്ന് പറഞ്ഞാൽ നോക്കട്ടെ കേട്ടോ, 4.3 മൈൽ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. 4.3 മൈൽ, അതായത് 4.3 മൈൽ എന്ന് പറഞ്ഞാൽ 6.88 കിലോമീറ്റർ ഇപ്പോൾ ഞാൻ നടന്നു. കുഴപ്പമൊന്നുമില്ല, സീനൊന്നുമില്ല. പിന്നെ
അങ്ങനെയാണ് ഞാൻ എന്തായാലും കഴിച്ചു നോക്കട്ടെ. കഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് വേണം. അതായത് ഈ വ്ളോഗ് ചെയ്യുന്ന ഫോണൊക്കെ ചാർജിലൊന്ന് പവർ ബാങ്കിൽ ഇട്ട് വെക്കണം. എന്നിട്ട് വേണം ഒരു 10 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട്. എൻ്റെ നടത്തെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പീഡാണ്. ഞാൻ നല്ല സ്പീഡിലാണ് നടക്കുക. ചിലപ്പം ഇത്ര സ്പീഡിന് ആവശ്യമില്ല. അപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക. കുഴപ്പമില്ല. നോക്കട്ടെ. ഇപ്പം കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് നടന്ന് ഇറങ്ങുമ്പോൾ ഓക്കെ. അപ്പം ഞാൻ സാൻഡ്വിച്ചൊക്കെ കഴിച്ച് ഒരു 5-6 മിനിറ്റ് റെസ്റ്റൊക്കെ എടുത്ത് ഫോണ് ഇച്ചിരി ഒന്ന് പവർ ബാങ്കിലൊക്കെ ഇട്ട് രണ്ടാമത് വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. മൂപ്പൊന്ന് ഉഷാറായി. മുള്ളുള്ളത് മുള്ളി വാറ്റുക എന്തെങ്കിലുമൊക്കെ ആയപ്പോൾ ഒരു സമാധാനം. അപ്പോൾ ഇനി നമുക്ക് ഇറങ്ങാം രണ്ടാമത്തെ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 6 സംതിങ് കിലോമീറ്റർ ഇപ്പോൾ ഞാൻ കവർ ചെയ്തു. 6.5 കിലോമീറ്ററിൻ്റെ മുകളിൽ. അപ്പം അടുത്ത ടാർഗറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ലഞ്ചിൻ്റെ മുന്നേ, അതായത് ഏകദേശം ഒരു 2 മണിയുടെ മുന്നായിട്ട് നമുക്ക് ഇന്നത്തെ ടോട്ടൽ ഡിസ്റ്റൻസിൻ്റെ പകുതി, ഹാഫ് ഡിസ്റ്റൻസ് ഇന്ന് കവർ ചെയ്യണം. അതായത് 36 കിലോമീറ്ററിൻ്റെ പകുതി 18 കിലോമീറ്റർ എത്തണം. അപ്പോൾ ഓൾറെഡി ഞാൻ 6.5 കിലോമീറ്റർ കവർ ചെയ്തുകൊണ്ട് ഒരു 2 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ ഇറങ്ങാൻ നേരം വൈകിയോണ്ട് 2 മണി സമയമൊക്കെ ലഞ്ചിന് യൂസ് ചെയ്താൽ 11 മണിയായിപ്പം. അപ്പം 3 മണിക്കൂറിനുള്ളിൽ ഇനിയൊരു 11.5 കിലോമീറ്റർ സിമ്പിൾ അത് കവർ ചെയ്യണം. ഞാൻ ഇന്ന് എൻ്റെ ഡെസ്റ്റിനേഷൻ്റെ പേര് പറഞ്ഞില്ലല്ലേ. സ്ലോ എന്നാണ് ഇന്ന് ഞാൻ പോകുന്ന സ്ഥലത്തിൻ്റെ പേര്, സ്ലോ. അപ്പോൾ അവിടെ എയർബിഎൻബി ഒക്കെ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു 6 മണി അതിൻ്റെ ശേഷം നമുക്ക് 4 മണിക്ക് ശേഷം എപ്പോഴും നമുക്ക് വേണമെങ്കിൽ ചെക്ക് ഇൻ ചെയ്യാം. ഞാനൊരു പ്രതീക്ഷിക്കുന്നത് ഒരു 6 to 8 ആ ഒരു സമയത്തിൻ്റെ ഇടയ്ക്ക് അവിടെ എത്തുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണ് ഇനി. അപ്പോൾ ലഞ്ചിൻ്റെ മുന്നേ, ലഞ്ചിക്ക് ഇനി എവിടെ നിന്നാണോ എന്താണോ എന്നൊരു ഐഡിയ ഇല്ല, എന്തെങ്കിലും റെസ്റ്റോറൻ്റൊക്കെ കണ്ട് അവിടെ കയറേണ്ടി വരും. ലഞ്ചിൻ്റെ മുന്നേ 11.5 കിലോമീറ്ററാണ് അടുത്ത ടാർഗറ്റ്. ഈസി ചെയ്യാം. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് 10-15 മിനിറ്റോളം അങ്ങനെ നടന്ന് ഇനി ഈ റോഡിൻ്റെ സൈഡിലൂടെ ഒരു 30 മിനിറ്റോളം ഈ റോഡിൻ്റെ സൈഡിലൂടെ തന്നെ വാക്ക്. ഞാൻ ഈ സാധനം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച്. നേക്കഡ് റോ ഫ്രൂട്ട് ആൻഡ് നട്ട് ബാർ, 100% നാച്ചുറൽ ഇൻഗ്രീഡിയൻസ്, നോ ആഡഡ് ഷുഗർ. കഴിച്ചു നോക്കട്ടെ. എന്താ വെച്ചാൽ ഇത് വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, പക്ഷേ കുറച്ച് നേരം നടക്കണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ വേണം. ഇതൊക്കെ ബെറീസ്, ബ്ലൂബെറി മഫിൻ, അതൊക്കെയാണ് ഇതിലുള്ളത്. പക്ഷെ ഞാൻ വിചാരിച്ച മാതിരില്ല കേട്ടോ, ഇത് ടേസ്റ്റ് ഉണ്ട്. ഇത് കഴിച്ചിട്ട് ഇനി ഒരു 1/2 മണിക്കൂറോളം ഈ റോഡിൻ്റെ സൈഡിലൂടെ തന്നെയാണ് ഈ കാണുന്നത്. റോഡ് സൈഡിലൂടെ തന്നെ അങ്ങനെ നടക്കണം. ഇപ്പോഴേ ഉണ്ടാവുള്ളൂ ഈ സിറ്റിയും ഈ ആൾക്കാരും ഇതൊക്കെ. കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ആൾക്കാരൊക്കെ ഉണ്ടാവും. ഇപ്പം ഇവർ ഇങ്ങനെ ഈ ഒരു ക്രൗഡ് ഒക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ നടന്നു പോകുമ്പോൾ സമയം അറിയില്ല. അതാണ് ഒരു കണക്കിന് സുഖം. അപ്പോൾ ഇപ്പം നടന്ന് സമയം ഏകദേശം ഒരു 1 മണിയായി. ഞാനിപ്പോൾ എത്ര കിലോമീറ്റർ നടന്നു വരാവും? 15 കിലോമീറ്ററോളം ഞാൻ നടന്നു. 15 കിലോമീറ്ററോളം നടന്നിട്ട് സ്ഥലത്തെത്തി. ഏതാണോ പോയി സ്ഥലം അവിടെ എത്തിയിട്ടുണ്ട്. ഏതായാലും ഇനി ഒരു ഏകദേശം ഒരു 3 കിലോമീറ്ററും കൂടി, 3 കിലോമീറ്ററേ നോക്കണില്ല, ഒരു 1 അവർ കൊണ്ട് എവിടെ ഒരു റെസ്റ്റോറൻറ്റ് എന്തൊക്കെ കാണുന്നു അവിടുന്ന് ലഞ്ച് എന്തെങ്കിലും കഴിക്കുക, കുറച്ച് നേരം 1 മണിക്കൂറോളം റെസ്റ്റ് എടുക്കുക. സമയമുണ്ട് നമുക്ക്. പിന്നെ നമ്മൾ വന്നത്രയും അപ്പം 18 കിലോമീറ്റർ ആവും. പിന്നെയും ഒരു 18 കിലോമീറ്റർ നടക്കുന്നു, നമ്മൾ ഡെസ്റ്റിനേഷനിലെത്തുന്നു. അത്രയേ ഉള്ളൂ. ഈ ബസ്സിലെ കുറേ ആൾക്കാരെല്ലാവരും എന്നെ നോക്കുന്നുണ്ട്. ഞാൻ ഏതോ വ്ലോഗും ചെയ്തൊക്കെ പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ
അവിടുന്ന് അങ്ങോട്ട് വിട്ടപ്പം ഇപ്പം ഔട്ടർ ഭാഗമായി. ഇപ്പം ഇവിടെ റോഡ് പിന്നെ ഒന്നുമില്ല, റോഡ് വണ്ടി സൈഡിലൊക്കെ എന്തെങ്കിലും വലിയ ഷോറൂംസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉള്ളൂ. ഇനിയിപ്പോൾ കടകൾ റെസ്റ്റോറൻറ്റ്സ് അങ്ങനത്തെ ഒക്കെ കണ്ടു കിട്ടാനും പാടാണ്. നോക്കട്ടെ, പോണ് ഓൺ ദ ഗോ. എന്താണോ കാണുന്നത്, എന്താണോ ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ ചെയ്യുന്നു, ഇത്രേ ഉള്ളൂ. അങ്ങനെ ഞാനിപ്പം ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ടൊരു റെസ്റ്റോറൻറ്റിൽ എത്തിയേക്കാണ്. ഏകദേശം ഒരു 18 കിലോമീറ്ററിൻ്റെ അടുത്ത്. ഞാൻ വിചാരിച്ച പോലെ തന്നെ ഏകദേശം ഹാഫ് കിലോമീറ്റേഴ്സ് ഞാനിപ്പോൾ കവർ ചെയ്തു. ഇതോടെ ഒരു ലഞ്ച് കഴിച്ച് ഒരു പാകിസ്ഥാനി റെസ്റ്റോറൻറ്റാണ്. എന്താണ് പേര്? ലാല പേഷാവരി അങ്ങനെ എന്തോ ആണ്. ഞാനൊരു ബിരിയാണി എന്തോ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ഒരു കരം അത് കഴിച്ച് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് ഫോണൊക്കെ ചാർജ് ചെയ്ത് കാണിച്ചാൽ ഞാനിപ്പം ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണുമോ എനിക്കറിയില്ല. ഓൾറെഡി കാണുന്നില്ലല്ലേ. ഓൾറെഡി 20 കിലോമീറ്റർ ഇതിൽ നടന്ന് കാണിക്കുന്നുണ്ട്. 20 കിലോമീറ്റർ എന്ന് പറയുന്നത് രാവിലെ വീട്ടിൽ നിന്നുള്ളതും വീട്ടിൽ നിന്ന് സ്റ്റേഷനിലേക്ക് നടന്നതും അതൊക്കെയാണ്. പക്ഷേ കറക്റ്റ് ഞാൻ ബിഗ് ബെൻ ആ സ്പോട്ടിൽ നിന്ന് ഇപ്പം ഇങ്ങോട്ട് നടന്നത് ഏകദേശം 18 കിലോമീറ്ററിൻ്റെ അടുത്ത് നടന്നിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ ഫുഡ് കഴിച്ച് ബാക്കി വേണം. ബാക്കി ഏകദേശം 18 പിന്നെ 18.5 കിലോമീറ്റർ എന്തോ പിന്നെ ബാക്കി നടക്കാനുണ്ടാവും. ഒരുപാട് ദൂരം നടക്കാനും തിരി. അപ്പം ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയിട്ട് കാണാം. അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ച് അവിടെ കുറേ നേരം ഇരിക്കാൻ പറ്റില്ല. ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ അങ്ങനെ ഒരു അരമണിക്കൂർ റെസ്റ്റൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ അവിടെ അധികം ആൾക്കാരില്ല ഇനി. അതുകൊണ്ട് ഇവരിന്നെ തന്നെ ഇങ്ങനെ നോക്കുക, പോവാനായില്ലേ എന്നുള്ളൊരു. ഞാൻ പിന്നെ ഇറങ്ങി. ഞാൻ അപ്പം അവരാണെന്നുണ്ടെങ്കിൽ ഒരു കുടുക്ക ബിരിയാണി കൊണ്ടുവന്നു. ഞാൻ വന്നപ്പം തന്നെ ഞാൻ പറഞ്ഞു അവരോട്, ഇന്നെ കൊണ്ട് പറ്റില്ല, ഇത് വെറുതെ എനിക്ക് ഫുഡ് വേസ്റ്റ് ആക്കണം താല്പര്യമില്ല, അതുകൊണ്ട് നിങ്ങൾ പകുതി എടുത്തിട്ട് എനിക്ക് പകുതി തന്നോളി, റൈസ് പകുതി എടുത്തോളി ഞാൻ പറഞ്ഞു. ചിക്കൻ നമുക്ക് വേണമല്ലോ, റൈസ് പകുതി എടുത്തിട്ട് തന്നോളി. അവർ പറഞ്ഞു കുഴപ്പമില്ല, നിങ്ങൾ വേണ്ടത്ര കഴിച്ചിട്ട് ബാക്കി വെച്ചാൽ മതിയാണ്. പക്ഷെ ഞാൻ പ്രതീക്ഷയില്ലാറെ ഞാൻ കഴിച്ചിട്ടോ. ഒരു മുക്കാഭാഗങ്ങളോടെ ഞാൻ കഴിച്ച് ഇച്ചിരി റൈസ് എന്തോ ബാക്കിയായി. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയപ്പം അടുത്തുള്ളൊരു ബസ് സ്റ്റോപ്പിൽ കുറച്ച് നേരം ഒരു 10-20 മിനിറ്റ് ഇവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് റെസ്റ്റും വേണമല്ലോ. ഇപ്പം സമയം 2:45. അപ്പോൾ ഒരു 3 മണിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വെല്ലം ഇറങ്ങാമെന്ന് വിചാരിച്ച്. ഇനി നമുക്ക് നടക്കാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പകുതിയും കൂടിയാണുള്ളത്. 3 മണി തൊട്ട് നടന്നാൽ കുഴപ്പമില്ല, ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേന് നമ്മൾ എന്തായാലും എത്തുമായിരിക്കും. അങ്ങനെ ഞാൻ നടന്ന് ഏകദേശം ഇപ്പോൾ ഒരു 20 കിലോമീറ്ററിന് മുകളിൽ എന്തായാലും 22-23 കിലോമീറ്റർ ഒക്കെ ഉണ്ടാവും. ഞാൻ ഹീത്രോ എയർപോർട്ട് എന്ന് പറഞ്ഞ എയർപോർട്ടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഹീത്രോ എയർപോർട്ട് എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് എയർപോർട്ട്. ഏറ്റവും വലുതാണോ എന്ന് എനിക്കറിയില്ല, എന്തായാലും വലിയൊരു എയർപോർട്ടാണ്. നാട്ടിൽ നിന്നൊക്കെ വരുമ്പോൾ ഇവിടെയാണ് വന്ന് ലാൻഡ് ചെയ്യൽ. ബാക്കിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഫ്ലൈറ്റൊക്കെ ഉണ്ട് ബാക്കിൽ. അവിടെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ടൊരു ഫ്ലൈറ്റൊക്കെ പറന്ന് പൊന്താനുള്ള പോക്ക് പോകുന്നു, കാണുന്നില്ലേ? അത് തന്നെ. ഏതായാലും അവിടെ എത്തിയിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, ക്ഷീണം കാര്യങ്ങളൊന്നുമില്ല, ഉഷാറായിട്ട് പോകുന്നുണ്ട്. പിന്നെ ഇനി ഏകദേശം 8.5 മൈൽസ്. ഇത് ഇവിടുത്തെ ഇതിലെല്ലാം മൈൽസിലാണ് കാണിക്കുക, അതാണൊരു പ്രശ്നം. അപ്പോൾ നമ്മൾ കിലോമീറ്റർ അറിയാണ് പിന്നെ അത് കൺവേർട്ട് ചെയ്യണം. 8.5 മൈൽസ് എന്ന് പറയുമ്പം 13 കിലോമീറ്ററും കൂടി ഉള്ളൂ. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് 18 എന്ന് പറഞ്ഞിടത്തുനിന്ന് 5 കിലോമീറ്റർ നടന്ന്. അപ്പം ഇനി 13 കിലോമീറ്ററും കൂടി ഈസി. സമയമുണ്ട്, 4 മണിയായിട്ടുള്ളൂ. ചെയ്യാൻ പറ്റുന്നുള്ളൂ. പ്രത്യേകിച്ചൊന്നും കാട്ടി തരാനൊന്നുമില്ല, ഇങ്ങനെ നടക്കുകയാണ്. പക്ഷെ ഭയങ്കര ചൂടുക. അപ്പം പിന്നെ വിചാരിച്ചു എൻ്റെ ഹുഡി ഒന്ന് ഊരാണ്. ഇതിൽ ടീഷർട്ട് ഉണ്ട്, ഹുഡി ഊരാന്ന് വിചാരിച്ചു. കാരണം അമ്മമാർ ചൂടെടുക്കുന്നുണ്ട് ഇപ്പോൾ. ഇങ്ങനെയുള്ളൊരു വിഷയം എന്താ വെച്ചാൽ ഈ സാധനം കൊണ്ട് എങ്ങനെ നടക്കും എന്നുള്ളതാണ്. ബാഗിൻ്റെ സൈഡിലൂടെയും തൂക്കിടാം. എന്തൊരു സുഖം എന്നറിയോ, നല്ല കാറ്റുണ്ട്, പക്ഷെ നല്ല ചൂടുണ്ട്. ഇപ്പോഴും എയർപോർട്ടിൻ്റെ സൈഡിലാട്ടോ, ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ചങ്ങായിമാരെ നിങ്ങളോട് പറയുകയാണെങ്കിൽ നടന്ന് ഇനി ആകെ 6 കിലോമീറ്ററും കൂടി ഓടുള്ളൂ ഇന്നത്തെ നമ്മളെ സ്റ്റേയിലോട്ട് എത്താൻ.
36 കിലോമീറ്റർ ഉള്ളിടത്തു നിന്ന് ഇനി 6 കിലോമീറ്റർ മാത്രമേ ബാക്കിയുള്ളൂ. എന്നെ കണ്ടാൽ ക്ഷീണിച്ചമാരും തോന്നില്ലല്ലോ. അതാണ് നമ്മളെ പവർ. പിന്നെ ഞാൻ അപ്പം നേരത്തെ വെയിലടിച്ചപ്പോൾ കണ്ടില്ലേ, ഇപ്പോഴത്തെ വെയിൽ കണ്ടില്ല. സമയത്ര 6 മണിക്കത്തെ വെയിലാണിത്. നോക്കിയാൽ ഔ. പിന്നെ അത് ഞാൻ സൺഗ്ലാസ് കൊടുത്തിട്ട് പിന്നെ കുറച്ച് സൺസ്ക്രീനൊക്കെ വാരി വെച്ച് ഞാൻ അങ്ങോട്ട് ഇറങ്ങിയത്. ഏതായാലും 6 കിലോമീറ്ററും കൂടി ഉള്ളൂ. അപ്പം അടുത്ത ഇനി ഞാൻ വീഡിയോ വരിക, ഇതിൻ്റെ ബാക്കി ഇനി വരിക ഞാൻ വീട്ടിലെത്തിയിട്ടായിരിക്കും. അപ്പം അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും അടുത്തത്. അങ്ങനെ 36 കിലോമീറ്ററിൻ്റെ അതിസാഹസികമായ നടത്തത്തിന് ശേഷം ഞാൻ ഇന്ന് രാത്രി തങ്ങാനുള്ള സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇവിടെ അടുത്തെവിടെയോ ആണ് പുള്ളിക്കാരൻ്റെ വീട്. കാലിന് മാത്രം ചെറിയൊരു ഇതേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ കേട്ടോ. ഫോൺ എടുക്കുന്നില്ല. എനിക്ക് തോന്നുന്നു എനിക്ക് തന്ന അഡ്രസ്സിൽ ഉള്ള വീട് ഇവിടെയാണ്. ഞാനും പോയി ബെല്ലടിച്ച് നോക്കട്ടെ. ഓ, അങ്ങനെ മച്ചന്മാരെ അവസാനം ഞാൻ എത്തിയിരിക്കുകയാണ് ഇന്നത്തെ എൻ്റെ റൂമിൽ. സോ ഇവിടെയാണ് ഇന്ന് സ്റ്റേ. ഞാൻ കാണിച്ചു തരാം. സോ ഇങ്ങനെ കയറിയാൽ ഇവിടെ ഡെസ്ക് ഉണ്ട്, ബെഡ്, നല്ല ബെഡ്, പിന്നെ ഇവിടെ ഷെൽഫുണ്ട്. പിന്നെ അത്രയൊക്കെ തന്നെ, ഇത് മതിയല്ലോ എനിക്കിന്ന്. പിന്നെ വാഷ്റൂമും കാര്യങ്ങളൊക്കെ താഴത്താണ്. അങ്ങനെ ഫൈനലി ഇന്നത്തെ നടത്തം കഴിഞ്ഞു. ഓൾമോസ്റ്റ് ലൈക്ക് എത്ര പേന്ന് നടന്നത് കാണിച്ചു തരാം. നിങ്ങൾക്ക് കറക്റ്റ് കാണിച്ചു തരണമെന്നുണ്ടെങ്കിൽ ശരിക്കും കാണിച്ചു തരാം. ഈ വാച്ചൊക്കെ നോക്കി, ഇന്നത്തെ ഡേറ്റ് ഓക്കെ. ഇന്നത്തെ ഡേറ്റ് 2-ാം തീയതി. കണ്ടോ സ്റ്റെപ്സ്, 51,000 സ്റ്റെപ്പ്, അഥവാ 38 കിലോമീറ്ററാണ് ഞാൻ നടന്നിട്ടുള്ളത്. ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിച്ചു ഞാൻ ഷൂട്ട് ചെയ്തത് അല്ലാതെ ഞാൻ ബസ്സിലോ ട്രെയിനിലോ പോയ കാര്യം. അതൊരിക്കലും ഇതിന് നടക്കില്ല. കാരണം ഞാൻ അതിൻ്റെ മുന്നേ നോക്കിയിനി നിങ്ങളങ്ങനെ പറയുന്നുള്ളതുകൊണ്ട്. അപ്പം അതെന്തായാലും നടക്കില്ല. കാരണം നമ്മൾ വണ്ടിയിൽ പോയാൽ ഫൂട്ട് രജിസ്റ്റർ ആവില്ല. അപ്പം അത്രയും തോനാണ് ഇന്ന് നടന്നിരുന്നത്. ഓ, കുഴപ്പമൊന്നുമില്ല. ഇത് ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് എടുത്താൽ വേറെ പ്രശ്നമൊന്നുമില്ല. ഇനിയൊന്ന് ഫ്രഷ് ആവണം, എന്നിട്ട് കടന്നുറങ്ങണം തന്നെ. ഈ വീഡിയോ എഡിറ്റ് ചെയ്യണം അതിൻ്റെ മുന്നേ, എന്നിട്ടേ കടന്നുറങ്ങാൻ പറ്റുള്ളൂ. അപ്പം Day 1 ഈസ് റാപ്പിംഗ് അപ്പ്. Day 2 നാളെ കാണാം.